പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തിയ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതനേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിത. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരം ഉള്ളിൽ വന്നാലും, രോഗിയായി തീർന്നെന്നാലും, യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നെന്നാലും, യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതനേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിത. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയാൽ, എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയാൽ, താതനു നന്ദി കരേറ്റോ. ഹല്ലേലൂയ പാടും ഞാൻ. താതനു നന്ദി കരേറ്റോ. ഹല്ലേലൂയ പാടും ഞാൻ. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിലും
പാട്ടുകാരൻ പാടിയതുപോലെ ആമേൻ പറഞ്ഞതുപോലെ വരികളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ ശുദ്ധീകരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് നമുക്ക് ചില ബാലശിക്ഷകളൊക്കെ കർത്താവ് നൽകും. പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കാതിരിപ്പാൻ അല്ലെങ്കിൽ നിഗളിക്കാതിരിപ്പാൻ ആമേൻ ഹല്ലേലൂയ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണെന്ന് ചിന്തിക്കാതിരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എവിടെയെങ്കിലും ഒക്കെ ചില തട്ടുകളും മുട്ടുകളും ശോധനകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ ഹല്ലേലൂയ നമുക്ക് നിലനിൽക്കുവാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ് ദൈവവുമായി നമ്മൾ കൂടുതൽ അടുക്കത്തുള്ള പൗലോസിന് ദൈവം കൊടുത്തതുപോലുള്ള ശൂലങ്ങളെ ആമേൻ ദൈവം ഓരോരുത്തർക്കും നൽകിയതിരിക്കുന്നതിനായി സ്തോത്രം. കാരണം ശൂലം ഉള്ളതുകൊണ്ടാണ്, പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ ആലയത്തിനുള്ളിലും ആമേൻ ദൈവശബ്ദം കേൾക്കുവാനും ലൈവിനകത്തും ആയിരിക്കുന്നത്. കഷ്ടതയില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, മധ്യസ്ഥത വേണ്ട. പ്രത്യേകാൽ ആമേൻ ഇന്നു മുതൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രദറിന്റെ തുടക്ക ദിവസമാണല്ലോ. ആമേൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രേക്ഷർ ഫാമിലിയോടൊപ്പം ഉപവസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ സമയങ്ങൾ കണ്ടെത്തി അവരുടെ ജോലി തിരക്കുകൾ മാറ്റിവെച്ച് ജോലികൾക്കിടയിലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആമേൻ വ്യക്തികളുണ്ട്. പലപ്പോഴും ഞങ്ങളെ വിളിക്കുമ്പോൾ പറയുന്നത് ഇതാണ്, ആമേൻ സഹോദരി അല്ലെങ്കിൽ പാസ്റ്ററെ, ആമേൻ ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലാണ്. കാരണം ആമേൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അറിയുന്നതിൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ഇന്ന് ഒത്തിരി സ്ഥാനങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനകളും ഇല്ല. ആമേൻ ആ സ്ഥാനത്ത് ജനത്തിന് വേണ്ടി കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു സഭയെ ദേശത്തിൽ ഉടലെടുപ്പിച്ചു. അത് തന്നെ ഒരു വലിയ ആമേൻ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ആമേൻ കരയുന്ന ആമേൻ ഓരോ ദൈവമക്കളും ഇതിനകത്ത് നമ്മൾ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആമേൻ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ആമേൻ ഹല്ലേലൂയ ആഴ്ചയിൽ ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ മീറ്റിംഗ് സ്ഥലത്തിലേക്ക് ഞങ്ങൾ വിസിറ്റ് ചെയ്യുവാനിടയായി. ഞങ്ങൾ അവിടെ കടന്നുപോയപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവമില്ലാത്ത ഭവനങ്ങൾക്കകത്തുള്ള ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ട് ആമേൻ സത്യം അറിഞ്ഞിട്ട് ആമേൻ മാറ്റിവെച്ച് പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ആമേൻ മധ്യസ്ഥതയില്ല, ഇങ്ങനെ ജീവിക്കുന്നു, ആമേൻ കഴിക്കുന്നു, ഉറങ്ങുന്നു, എവിടെയെങ്കിലും കിടക്കുന്നു. ഈ ഒരു ആമേൻ മെത്തേഡിൽ പോകുന്ന ചില കുടുംബങ്ങളെ കാണുവാനിടയായി. ഞാൻ അവിടെ ചെന്നപ്പോൾ ആമേൻ ഞാൻ ചിന്തിച്ചത് ഇതാണ്, കർത്താവേ, ആമേൻ ദൈവമില്ലാത്ത കുടുംബം ആമേൻ ശൂന്യമാണ്. അവിടെ ആമേൻ കുടുംബമില്ല, വ്യക്തിബന്ധമില്ല, തലമുറകൾ ഒരു ബന്ധമില്ല, ഭാര്യ ഭർത്താക്കന്മാർ ഒരു ബന്ധമില്ല, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടബാധ്യതകൾ, ഇനി അഥവാ എല്ലാം ഉണ്ടെങ്കിലും ആമേൻ സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവമുണ്ടോ, ആമേൻ ദൈവമുള്ളൊരു കുടുംബത്തിനകത്ത് ദൈവം സ്വർഗീയ സമാധാനമായിരിക്കും. അത് ഈ ദിവസങ്ങൾ ചില കുടുംബങ്ങൾക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ഒന്നുമില്ലെങ്കിലും, ആമേൻ വേറെ ഒന്നുമില്ലെങ്കിലും ആമേൻ സ്വർഗത്തിലെ അപ്പൻ വസിക്കുന്നൊരു കുടുംബമാണോ അവിടെ സ്വസ്ഥതയുണ്ട്, ആമേൻ സമാധാനമുണ്ട്, രാത്രി സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് പണമുണ്ട്, പ്രതാപമുണ്ട്, ആമേൻ വാഹനങ്ങളുണ്ട്, നല്ല വീടുണ്ട്, പക്ഷേ രാത്രി കാലങ്ങളിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. ആമേൻ സ്വസ്ഥതയില്ല, ഉറക്കമില്ലാതെ ആമേൻ ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ആമേൻ ചില 3 ദിവസത്തിന് മുമ്പ് ആമേൻ ഒരു ഡോക്ടർ, ഒരു ആൻറ്റി എന്നെ വിളിക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. അവരൊരു ഡോക്ടറാണ്. ആമേൻ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് എനിക്കറിയത്തില്ല. ആൻറ്റി പറഞ്ഞത് ഇതാണ്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം സൗഭാഗ്യമുണ്ട്, പക്ഷേ 5 വർഷമായി എനിക്ക് രാത്രി ഉറങ്ങുവാൻ പറ്റുന്നില്ല, രാവും പകലും ആമേൻ ഉറങ്ങുവാൻ കഴിയുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ടൈം, ചിലപ്പോൾ ഉറങ്ങാൻ ടൈം തോന്നുന്നത്, ഉറക്കം തോന്നുന്നത് എൻ്റെ ഡ്യൂട്ടി ടൈമിലായിരിക്കും. ആമേൻ അപ്പോഴെനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ യാത്ര ചെയ്ത് ആൻറ്റി തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആമേൻ ഹല്ലേലൂയ. ആൻറ്റി ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഉറങ്ങാൻ ടെൻഡൻസി തോന്നും. ആമേൻ മിക്കവാറും ഉറങ്ങുന്നത് യാത്ര ചെയ്ത് വരുമ്പോൾ, എവിടെയെങ്കിലും എത്തുമ്പോൾ ഉറക്കം തോന്നുമ്പോൾ ആമേൻ വണ്ടി നിർത്തും, സീറ്റ് ചരിച്ചിടും, അവിടെ കിടന്നുറങ്ങും. ഒരു 1.5 മണിക്കൂർ ഉറങ്ങി ആമേൻ വീട്ടിലേക്ക് കടന്നു വരും. അങ്ങനെ ആമേൻ ആ ആൻറ്റി ആയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ആമേൻ ചില ആഴ്ചകൾ കൊണ്ട് ആമേൻ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ പ്രാർത്ഥിച്ച് പ്രിയ മാതാവിന് വെള്ളം കൊടുക്കുവാനിടയായി. ദൈവത്തിൻ്റെ ആത്മാ
ആത്മാവ് വ്യക്തമായി ആമേൻ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഇവരെ തകർത്ത് കളയുവാൻ, ആമേൻ കൊന്നു കളയുവാൻ വെല്ലുവിളിക്കുന്ന ഒരു അന്ധകാര ശക്തി. ആമേൻ ഹല്ലേലൂയ. ഇത്രയും ഒന്ന് ചിന്തിച്ചു നോക്കണമേ, ആമേൻ ഇത്രയും അവർക്ക് ഉറക്കമില്ലാതിരുന്നിട്ടും അവർക്ക് BP എന്ന് പറയുന്ന സംഭവമില്ല. കാരണം നമ്മളൊക്കെ റെഗുലറായിട്ട് ഒരാഴ്ച ഉറക്കമില്ലാതെ വരുമ്പോൾ, ആമേൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നമ്മുടെ കണ്ണിന്റെ ഈ വെയിനൊക്കെ ഇങ്ങനെ പെടപെടാ പിടയ്ക്കും. ആമേൻ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, അസഹനീയമായ ക്ഷീണം നമുക്ക് തോന്നും. ആമേൻ നമ്മൾ തന്നെ വിചാരിക്കും BP എങ്ങാനും ഉണ്ടോ, ആമേൻ വെയിൻ പൊട്ടിപ്പോകുമോ. ആ മാതാവ് പറഞ്ഞ ഇതാണ്, ഈ 5 വർഷത്തിനകത്ത് വെച്ച് ഞാൻ BP ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, പക്ഷേ എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. ആമേൻ പിശാചിന്റെ പദ്ധതി നോക്കിക്കൊള്ളേ, അവരെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ മാതാവ് ഞങ്ങളെ വീഡിയോ കോളിൽ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ മാതാവിന് പ്രാർത്ഥിച്ചു, വെള്ളവും എണ്ണയും കൊടുക്കുവാനിടയായി. കഴിഞ്ഞ ആമേൻ മെനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, എന്നോട് രാത്രി ആ മാതാവ് ആമേൻ, അല്ലെങ്കിൽ എനിക്ക് രാത്രി ഫോൺ കോൾ വരും, രാത്രി 12 മണിക്ക് വരും, ആമേൻ 1 മണിക്ക് വരും. സിസ്റ്റർ കുറച്ചെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലോ, ഒന്ന് പ്രാർത്ഥിക്കണമേ. എന്നാൽ ആമേൻ കഴിഞ്ഞ ദിവസം ആമേൻ മെനിഞ്ഞാന്ന് രാത്രി എനിക്ക് ഒരു ഫോൺ പോലും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ആമേൻ എന്താ കാര്യം, സഹോദരി എന്നെ വിളിക്കുന്നതാണല്ലോ. ആമേൻ എനിക്ക് ആ പുള്ളിക്കാരിക്ക് അന്ന് നൈറ്റ് ഷിഫ്റ്റിംഗ് ആയിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 2 മണി വെളുപ്പിന് 2 മണിക്ക് പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം, ഡ്രൈവ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ആമേൻ പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് മെസ്സേജ് ഇട്ടു. ആമേൻ പിന്നെ പുള്ളിക്കാരിയുടെ ഒരു അനക്കമില്ല. വെളുപ്പിന് ഞാൻ 4 മണിക്ക് ആമേൻ എഴുന്നേറ്റപ്പോൾ ആമേൻ പ്രാർത്ഥിച്ച് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടു. ആമേൻ ഹല്ലേലൂയ. എന്നിട്ടും റിപ്ലൈ ഒന്നുമില്ല. ആമേൻ 8 മണിയായപ്പോൾ, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് 8 മണിയായപ്പോൾ പ്രിയ മാതാവ് എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ആമേൻ 5 വർഷം കൊണ്ട് എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ആ മാതാവിന് വീഡിയോ കോളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ആമേൻ ഏകദേശം ഒരു 10-15 മിനിറ്റോളം സമയം ഇവർ ബോധമില്ലാതെ ഇങ്ങനെ അപ്സെറ്റായി കിടക്കുന്നു. ആമേൻ ഞങ്ങൾ തന്നെ പേടിച്ചു. ആമേൻ ഇതെന്താ സംഭവം, ഞങ്ങൾ സിസ്റ്ററെ എന്ന് വിളിക്കുന്നുണ്ട്, ഇവർക്ക് ഒരു അനക്കവുമില്ല. പുള്ളിക്കാരി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആമേൻ ആ വെള്ളം കുടിക്കുന്നത് ഞങ്ങൾ കണ്ടു, പക്ഷേ പിന്നെ പുള്ളിക്കാരിക്ക് ഒരു അനക്കവുമില്ല. പ്രിയ ദൈവമക്കളെ പറയട്ടെ, അന്ന് ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ശരീരത്തിനകത്ത് എന്തോ ഒരു വിറയിൽ പോലെയും ഒരു ആമേൻ എൻ്റെ മൈൻഡ് എന്തോ കുഴയുന്ന പോലെ തോന്നി, ഞാൻ വീഴുവാനിടയായി, പക്ഷേ എൻ്റെ ശരീരം എന്തോ ഫ്രീ ആയതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുവാണ്ട് അന്ന് രാത്രിയാ പ്രിയ സഹോദരി സുഖമായി ഇറങ്ങിയത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് രാവിലെ 8 മണിക്ക് എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇത്രയും സമയം വരെ 2:30 മണി മുതൽ ഇത്രയും സമയം വരെ 5 വർഷത്തിന് ശേഷം ഞാൻ ഉറങ്ങുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ആമേൻ ഹല്ലേലൂയ. ആമേൻ ചില അന്ധകാര ശക്തികൾ ആമേൻ നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ വെല്ലുവിളിക്കുന്ന ചില രോഗാത്മാവിന്റെ ശക്തിയുണ്ട് നിന്റെ കുടുംബത്തിനകത്ത്. നീ ആത്മീകമായി ഒന്നുകിൽ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നീ സന്തോഷം അനുഭവിക്കുമ്പോൾ അത് നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ചില പൈശാചിക രോഗബന്ധനങ്ങളുണ്ട്. ജൂഡമന ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ ഒരുമിച്ച് റിസീവ് ചെയ്യുവാൻ തയ്യാറാണോ? കുടുംബങ്ങൾക്കകത്തു നിന്ന് പിശാച് ആമേൻ ഹല്ലേലൂയ പദ്ധതി ഒരുക്കിയ ചില രോഗബന്ധനങ്ങൾ, പിശാച് കൊണ്ടിട്ട ചില രോഗബന്ധനങ്ങൾ നീ പുറത്തു വരാതിരിപ്പാൻ, നീ ഇനി പുറത്തു വരരുതെന്ന് പറഞ്ഞു, നിന്റെ കുടുംബം ഇനി പുറത്തു വരരുതെന്ന് പറഞ്ഞു അവകാശം പറഞ്ഞു വെല്ലുവിളിക്കുന്ന ജൂഡബബ റികലക ചില രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ, ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകലിൽ ചില ശരീരങ്ങൾ വിട്ട്, ചില ഭവനങ്ങൾക്കകം വിട്ട് ജൂഡബബ രഗനക ശബ്ദനാരകൾ പ്രൗഢവന ദീപലകടക യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റിയതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. മലാക്കി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. മലാക്കി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തുകളിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ബന്ധിക്കപ്പെട്ട ആരെങ്കിലും ആയിരിക്കും
ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ ഒരു തൊഴുത്തിനകത്ത് ആരൊക്കെയോ ചേർന്ന് ആമേൻ പൂട്ടിക്കെട്ടിയ അനുഭവങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആമേൻ ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ. നിങ്ങളും പ്രൈസ് ദി ലോർഡ്, ഇത് ആരോടൊക്കെയുള്ളൊരു ദൂത, ആമേൻ. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഇതിനകത്ത് പല മർമ്മങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ന് പകൽ റിസീവ് ചെയ്തെടുത്തോ. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഇന്ന് പകലിൽ നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് നീ തുള്ളിച്ചാടുവാൻ ആമേൻ ആഗ്രഹിച്ചായിരിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് മാറുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ തൊഴിൽ മേഖലയിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് പിശാച് എവിടെയാണോ നിന്നെ ബന്ധിച്ചത് അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വചനത്തിലൂടെ ദൂത് നിന്നോട് കൈമാറുന്നു. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുന്ന പകല് ഈ ദിവസങ്ങൾ ഞാൻ പറയട്ടെ, നീ തുള്ളിച്ചാടി പുറത്തു വരുന്ന ദിവസങ്ങളാ. ജൂഡമന അഥനക ശംധനാരകൾ പ്രൗഢമന വൈഡനാരകൾ ശമനഘടക ശംധനാരകൾ കടകശി. ലൈവിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നീ തുള്ളിച്ചാടി പുറത്തു വരുന്ന ദിവസങ്ങളാ. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേൾക്കുന്ന യൗവന സഹോദരങ്ങളെ, നീ പുറത്തു വരാനുള്ള സമയമായിട്ടുണ്ട്. നീ പുറത്തു വരാനുള്ള സമയമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ തൊഴുത്തിൽ കിടന്നത് മതിയെന്ന് ജൂഡബബ അഥനക ശംദനാരകൾ പ്രൗഢവന. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൂടെ കൈമാറുവാൻ പറയുന്നു. ആമേൻ. ഡിപ്പെൻഡ് ചെയ്ത തൊഴുത്തിനെ നീ വിടാൻ പോകുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ, ഇന്ന് പകൽ വരെ നിനക്ക് വെള്ളവും വളവും തീറ്റയും തന്ന തൊഴുത്ത് നീ വിടാൻ പോകുന്നു. ജൂഡബബ അഥനക ശംദനാരകൾ പ്രൗഢവന. അതൊരു ബന്ധനമാ. നിന്നെ ആരൊക്കെ ചേർന്ന് വളർത്തുന്നുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതൊരു ബന്ധനത്തിന്റെ കെട്ട. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ തൊഴുത്ത് വിട്ട്, നിന്നെ ബന്ധിച്ചിടുന്ന തൊഴുത്ത് വിട്ട് ആമേൻ നീ ഇനി ആരുടെയും കീഴിൽ ജോലി ചെയ്യുവാനല്ല. കർത്താവ് പറയുന്നു, ആ തൊഴുത്ത് നീ വിടുവാൻ പോകുന്നു. ജൂഡബന അധനക ശംദന ഏറ്റെടുത്തോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആരുടെയൊക്കെ കീഴിൽ അടിമത്തത്തിൽ നീ ജോലി ചെയ്യുന്നുണ്ട്, ആമേൻ. കർത്താവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, നിന്നെ ആ തൊഴുത്ത് വിട്ട് പരിശുദ്ധാത്മാവ് പുറത്തിറക്കുവാൻ പോകുക. ജൂഡബബ ശംദരഗദരഗദക ശംദനാരകൾ പ്രൗഢവന. ആമേൻ ഹല്ലേലൂയ. പാർട്ണർഷിപ്പ് ഇട്ട് ബിസിനസ് ഒക്കെ ചെയ്തത് മതി. ആമേൻ ഹല്ലേലൂയ. ആരുടെയെങ്കിലും ഒക്കെ കൂടെ ആമേൻ ആമേൻ ഒട്ടി ഉരുമി നിന്ന് ജോലി ചെയ്തത് മതി. ആ തൊഴുത്ത് നീ വിടാൻ പോവുകയാ. ജൂഡബബ ശംദനാരകൾ പ്രൗഢവന ദീവലഘടക ശംദന അഥനകസി. അതേ സഹോദരി, നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്, അതേ സഹോദര, നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്, ആ ഡിപ്പെൻഡിങ് വിടുവാൻ, ചില തൊഴുത്ത് നീ വിടുവാൻ പോകുന്നു. ജൂഡബബ ഹദരക ശിയാംദനെ റീബലഘടക ശംദന വൈഡരഗദരഗടക ശംദനാരകൾ പ്രൗഢവന ദീവലഘടക ശംദന. ചില ബിസിനസ്സുകൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ കർത്താവ് ചെയ്യുവാൻ പോവുകയാ. ജൂഡബല പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് പറഞ്ഞ ദൂതിത, ആമൻ, ഏതോ ഒരു രാജ്യത്ത് ആമൻ നീ വർഷങ്ങൾക്ക് മുമ്പേ എത്തിപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെയും നിനക്ക് സ്വന്തമായി ചിലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇറങ്ങുമ്പോൾ നിന്നെ ആ തൊഴുത്തിനകത്ത് അവർ പിടിച്ച് കെട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇത് ആരോടുള്ള ദൂത. ഏറ്റെടുത്തോ. ആമൻ. വർഷങ്ങൾ കൊണ്ട് നീ ആ കമ്പനി വിട്ട് പുറത്തിറങ്ങുവാൻ, ആ ജോലി വിട്ട് പുറത്തിറങ്ങി നിനക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ ആരൊക്കെയോ ആ തൊഴുത്തിനകത്ത് തന്നെ, ആമൻ, എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആമൻ ഹല്ലേലൂയ. അതിനകത്ത് തന്നെ പിടിച്ചു പൂട്ടുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നീ തുള്ളിച്ചാടി, ആമൻ ഹല്ലേലൂയ, ആ തൊഴുത്ത് വിട്ട് പുറത്തു വരുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു കൊയ്ത്ത് നിന്റെ മുമ്പിലുണ്ട്.
വലിയൊരു വർധനവ് നിന്റെ ജീവിതത്തിനകത്തുണ്ട്, വലിയൊരു സമൃദ്ധി നിന്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ അത് പ്രാപിക്കാതിരിക്കുവാൻ ആമേൻ നിന്റെ വർക്കൗട്ട് ഓടുന്ന തലയുണ്ടല്ലോ, ആമേൻ ഹല്ലേലൂയ, നിന്നെ അതിനകത്ത് ബന്ധിക്കുക. പരിശുദ്ധാത്മാവ് ചില സ്ഥാനങ്ങൾക്കകത്തു നിന്ന് ചിലതിനെ കൂടുപൊളിച്ച് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരിക. ജൂഡമന അത്തനക ശബ്ദനാരകൾ പ്രൗഢമന റീബലകടകശി. പിന്നെയും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, നിനക്ക് പുറത്തു വരുവാൻ നീ ആഗ്രഹിച്ചിട്ടും പുറത്തു വരാതിരിക്കുന്നു. ആമേൻ, നിന്നെ ആരൊക്കെ പിടിച്ച് പൂട്ടുന്നുണ്ട്, പക്ഷെ നിനക്ക് വേണ്ടി ചില കൂടുകളെ പരിശുദ്ധാത്മാവ് പൊളിക്കുവാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ കൂട് ഇളക്കി മാറ്റുന്നത് പോലെ നിനക്ക് സ്വന്തമായി പറക്കണമെങ്കിൽ ആമേൻ കഴുകൻ കൂടിളക്കിയതുപോലെ ചിലതിനെ കർത്താവ് നിനക്ക് വേണ്ടി കൂടിളക്കുവാൻ പോകുക. അതെന്തിനാണെന്നറിയുമോ? സ്വന്തമായി നിനക്ക് നിൽക്കുവാൻ, നിനക്ക് സ്വന്തമായി ചിലത് പ്രാപിച്ചെടുക്കുവാൻ. ചൂടാബാബ അത്തനക ശ്യാംധന വൈഡമന ദീപലഘടക ശബ്ദനാരകൾ പ്രൗഢമന ദീപലഘടക ശബ്ദനാരകൾ പ്രൗഢമരകടകശി. ആമേൻ, ചില തകർച്ചകളെയൊക്കെ പരിശുദ്ധാത്മാവ് പണിയുവാൻ പോകുന്നു. വർഷങ്ങൾ കൊണ്ടുള്ള തകർച്ചകൾ, ആമേൻ, നാളുകൾ കൊണ്ടുള്ള തകർച്ചകൾ. എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടും കിട്ടാത്ത ചില വിഷയങ്ങൾക്കുള്ള മറുപടി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് ഒരുക്കുവാൻ പോകുക. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവഹിതം നിറവേറാത്തത്? ആമേൻ, നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ആമേൻ ഭാവി തലമുറയെ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് എങ്ങനെ ഉള്ളതിനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് സ്വർഗത്തിലെ അപ്പന് നന്നായിട്ടറിയാം. ആമേൻ, നിന്റെ കുടുംബത്തിന് പ്രയോജനപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി ശ്രേഷ്ഠമായതിനെ സ്വർഗത്തിലെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ജൂഡബാബ ശബ്ദന രകൽക്കടകശി. മക്കളുടെ ഭാവിയോർത്ത് കരയുന്ന മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയുടെ ഭാവി ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ ഒരുക്കുവാൻ പോവുകയാ. ആമേൻ, നീ അത്ഭുതം കൂറുമാറ് ഇതിനു വേണ്ടിയാണോ അപ്പാ? ആമേൻ, ഇത്രയും ശ്രേഷ്ഠമായത് നൽകുവാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വന്നത്, ഇത്രയും ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്, ഇത്രയും നിന്ന ഞാൻ എൻ്റെ കുടുംബത്തിൽ ദേശത്തിൽ അനുഭവിച്ചതെന്ന് ആമേൻ ആമേൻ ദൈവത്തോട് നന്ദി പറയുന്ന തരത്തിൽ സ്വർഗം ഏറ്റവും ശ്രേഷ്ഠമായത് എഴുതിയിട്ടോ ഏറ്റവും ശ്രേഷ്ഠമായത് 2025 ഏപ്രിൽ മാസം മുതൽ പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതത്തിന്റെ പ്രവർത്തികൾ നിന്റെ തലമുറയുടെ ഭാവിയുടെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോവുകയാണ്. ചൂടമന അത്തനക ശ്യാംധന രകൽ ശമനഘടകശി ദീപൽ പ്രൗഢവന ദീപലഘടക ശബ്ദനാരകൾ പ്രൗഢവന. ജനുവരി മുതൽ നിന്റെ വീട്ടിനകത്ത് ആലോചനകളുടെ ആമേൻ ഏറ്റുമുട്ടൽ നടക്കുവാൻ പോകുക. നിനക്ക് വേണ്ടത് ഇന്ന് വരെ നീ പോയി മുട്ടിയില്ലേ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി നീ മുട്ടണ്ട. നിന്റെ കുടുംബത്തിന് വേണ്ടത്, നിന്റെ തലമുറയ്ക്ക് വേണ്ട ഭാവി, നിന്റെ മരുമകളാകേണ്ടതിന്, നിന്റെ മരുമകനാകേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടുപടിക്ക് ചില പ്രപ്പോസലുകളെ കർത്താവ് നിനക്ക് നൽകുവാൻ പോകുകയാ. പ്രാർത്ഥിച്ചു ദൈവഹിതം തിരിച്ചറിഞ്ഞ് ചിലതിനെ കരം പിടിച്ചു കയറ്റുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാ. ജൂഡബാബ റബലക ശ്യാംതന റിവാലകടകശി. ചില പൊളിഞ്ഞു പോയതിനൊക്കെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കുക. റതല ശ്യാംതന റികലക ശബ്ദനാരകൾ കടകശി. നിന്റെ നിലവിളിയുടെ ശബ്ദം മക്കളുടെ കുടുംബ തകർച്ചകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, നീ നിന്റെ തലമുറയെ നോക്കി പ്രവചിക്കൂ. റബല ശബ്ദരകടകശി. പൊളിഞ്ഞു പോയ നിന്റെ തലമുറകളുടെ കുടുംബ ജീവിതങ്ങളെ നോക്കി പ്രവചിക്കൂ. ഓ റതല ശ്യാംതന റികലക ശ്യാംതന വൈഡമന. ചിലതിനെയൊക്കെ മെരുങ്ങാത്തതിനെ പരിശുദ്ധാത്മാവ് മെരുക്കുന്ന പകല. ജൂഡബാബ റബലക ശബ്ദനകടകടകശി. അർത്ഥപ്രൗഢമന ഡിവോഴ്സിന്റെ വക്കോലമെത്തി നിൽക്കുന്ന കുടുംബ ജീവിതങ്ങൾ വേണ്ട എന്ന് വാശി പിടിച്ചോ, വാശിയുടെ പുറത്ത് വലിച്ചെറിഞ്ഞ കുടുംബ ജീവിതങ്ങൾ ഓ റതല ശ്യാംതന അടകത്തുനി റികൽ ശമന വൈഡമന ദീപലകടക ശബ്ദനാരകൾ കടകശി. പരിശുദ്ധാത്മാവ് മടക്കി വരുത്തുകയോ. ചില ഭാവി ജീവിതങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ചില കുടുംബ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് മടക്കി വരുത്തുകയാ. ജൂഡമന അത്തനക ശ്യാംധന വൈഡമന
ധീവലഘടക ശംധനാരകൾ പ്രൗഢവനഃ അത്തനക ശിയാംതേനെ വൈഡപരകദലഘടകശി. ആമേൻ, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുമ്പോഴും ഒരു കുടുംബം ആമേൻ ഈ ശബ്ദം കേട്ടുകൊണ്ട് ആമേൻ ഇരുന്ന് പറയുന്നുണ്ട്, സിസ്റ്ററേ, എൻ്റെ തലമുറയുടെ ഭാവി ആമേൻ ഞങ്ങൾ ഒന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇട്ടിട്ട് പോയി. ഞങ്ങൾ ഇന്നും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ദൂത് പറയുന്നു, നീ ആഗ്രഹിക്കുന്ന അതേ ഭാവി പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് മടക്കി വരുത്തുകയോ. ഓ റഥല ശിയാംതര, നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന റമന ശിയാംതരെ അൽഗൽ പ്രൗഢവന ദീപലഘടക ശംദനാരകൾ പ്രൗഢവന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന അതേ ഭാവി, നീ ആഗ്രഹിക്കുന്ന അതേ ആമേൻ മരുമകനെ, നീ ആഗ്രഹിക്കുന്ന അതേ മരുമകളെ ആമേൻ നിന്റെ കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആമേൻ റിട്ടേൺ ആയി ചില ആലോചനകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ദിവസങ്ങളാ. ജൂഡബബ അർത്ഥരകടക ശംധനാരകൾ പ്രൗഢവന ദീപലഘടക ശംധേനെ വൈഡപരകദലഘടകശിയ. ഹല്ലേലൂയ. ആമേൻ, ആരുടെയൊക്കെ തൊഴുത്തുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയ ചിലത്, ചില തൊഴുത്തുകൾക്കകത്തൊക്കെ അകപ്പെട്ടു പോയ ചിലതിനെയൊക്കെ പരിശുദ്ധാത്മ വലിച്ചൂരി പുറത്തു കൊണ്ടുവരിക. ജീവനുള്ള ദൈവം ആരെന്തെന്നും ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ നിന്നിട്ട് ആമേൻ ഹല്ലേലൂയ പിന്മാറി പോയതിന്റെ വില എന്തെന്നും ചിലതിനെയൊക്കെ പരിശുദ്ധാത്മ പഠിപ്പിക്കുവാൻ പോകുക. ആമേൻ, ചില പാരമ്പര്യത്തിന്റെ തൊഴുത്തുകൾക്കകത്തുനിന്ന്, ചില കൂട്ടുകെട്ടുകളുടെ തൊഴുത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മ വീണ്ടും എന്നോട് പറയുന്നു, ചില കൂട്ടുകെട്ടുകളുടെ തൊഴുത്തുകൾക്കകത്തുനിന്ന് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചിലതിനെയൊക്കെ തുള്ളിച്ചാടി പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ജൂഡമന അത്തനക ശംധനാരകൾ പ്രൗഢവന ദീപലഘടക ശംധനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. ആമേൻ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ ആമേൻ രോഗോപശാന്തിയോടുകൂടെ ആമേൻ നിന്റെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. ആമേൻ, നീതി സൂര്യൻ വന്നു കഴിഞ്ഞാൽ, നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് വന്നു കഴിഞ്ഞാൽ തികച്ചും നീ ഒരു വ്യത്യസ്തനായി മാറും. നിന്റെ ഹൃദയത്തിനകത്തേക്ക് നീതി സൂര്യൻ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരൻ, പ്രിയ മാതാപിതാക്കളെ, ആമേൻ, എൻ്റെ ശബ്ദ പരിധി എത്രത്തോളം എത്തുന്നുണ്ടോ ആമേൻ അവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നീതി സൂര്യൻ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നാൽ നിന്റെ ലെവൽ മാറും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നീ അടങ്ങിയിരിക്കുന്നത് നിർത്തി നീ തുള്ളിച്ചാടി പുറത്തു വരും. ആമേൻ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കകത്തും സ്വർഗത്തിലെ ദൈവം പരിഹാരം നൽകും. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ആമേൻ ബെത്സയിദയിലെ ഒരു കുരുടനെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെ. അവൻ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടേണമേ എന്ന് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുരുടനെ ഇതാ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ചിലർ കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്നും അവൻ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനാണെന്നും കർത്താവിൻ്റെ മുൻപിൽ വന്നാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നും എനിക്ക് കാഴ്ച കിട്ടുമെന്നുമുള്ള ആമേൻ നല്ല ഉറപ്പ് വിശ്വാസവും ഉള്ള ഒരു കുരുടൻ, അവനെ ചിലർ ചേർന്ന് ആമേൻ ഇതാ യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. കാരണം എന്ത്? ആമേൻ ഹല്ലേലൂയ, അവനെ ഇന്ന് തൊടേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വരെ കർത്താവിനെ ആര് തൊട്ടിട്ടുണ്ടോ, കർത്താവ് ആരെ തൊട്ടിട്ടുണ്ടോ ആമേൻ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ആമേൻ, യേശു ഏത് ഭവനത്തിൽ വസിക്കുന്നോ ആമേൻ ആ ഭവനത്തിനകത്ത് സ്വസ്ഥതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ പറയാം, യേശുവുള്ള വീട്ടിനകത്ത് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കെടാത്തൊരു വെളിച്ചം ആ ഭവനത്തിനകത്തുണ്ട്. ആമേൻ, നീ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണ് ആണോ? ഒരു വീട്ടിനകത്ത് 4 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ദൈവത്തെ അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവം നിന്നെ ആ ഭവനത്തിനെ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ, അവർക്ക് രക്ഷയേകുവാൻ നീ ദൈവത്തെ അറിഞ്ഞത്. ഹല്ലേലൂയ. ദൈവം അതിനാ നിന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ആ നിത്യജീവൻ നിന്റെ
കുടുംബത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ വന്നപ്പോൾ, പല കഷ്ടത വന്നപ്പോൾ, പല പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ നിന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ അതിനകത്ത് ഇരുത്തിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ആമേൻ, നിത്യജീവന്റെ വെളിച്ചം നിന്നിലൂടെ ആ കുടുംബത്തിനകത്തേക്ക് വ്യാപിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു, ആമേൻ, യേശുവിനെ ആമേൻ ആമേൻ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആമേൻ അവനെ തൊടേണമേ എന്നപേക്ഷിച്ചു. ഇന്ന് പകലിൽ യേശുവിനെ തൊടുവാൻ നിങ്ങൾ തയ്യാറാണോ? ആമേൻ, ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങൾ ആയിരിക്കട്ടെ, ആമേൻ, മക്കളെ ഓർത്ത് വേദനപ്പെടുന്നു, കുടുംബത്തെ ഓർത്ത് വേദനപ്പെടുന്നു, കുടുംബ ജീവിതത്തെ ഓർത്ത് വേദനപ്പെടുന്നു, സാമ്പത്തിക മേഖലയെ ഓർത്ത് വേദനപ്പെടുന്നു, കടബാധ്യത ഓർത്ത് വേദനപ്പെടുന്നു, രോഗത്തെ ഓർത്ത് വേദനപ്പെടുന്നുണ്ടോ? ആമേൻ, മറ്റുള്ളവരുടെ നിന്ദയെ ഭയപ്പെട്ടായിരിക്കുന്നു. ഇന്ന് പകൽ എനിക്ക് ചോദിക്കുവാനൊരു ചോദ്യം, യേശുവിനെ തൊടുവാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തോടൊന്ന് ചോദിക്കാമോ, കർത്താവേ നീ എന്നെ ഒന്ന് തൊടയണമേ. ആമേൻ, എത്ര പേർ ഇത്രയും നാള് ആമേൻ ജനിച്ച് ഇത്രയും നാളായി കർത്താവിനെ അറിഞ്ഞു ഇത്രയും നാളായി നീ എന്നെ തൊടയണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിച്ചു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവശ്യങ്ങൾ നിരത്തുകയല്ല ആദ്യം വേണ്ടത്, കർത്താവേ നീ എന്നെ ഒന്ന് തൊടയണമേ. പ്രൈസ് ദി ലോർഡ്, എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ ലെവലൊന്നും മാറ്റിപ്പിടിക്കുക, നിന്റെ വാക്കുകളുടെ ലെവലൊന്നും മാറ്റിപ്പിടിക്കുക. ചിലതിൻ്റെയൊക്കെ അർത്ഥത്തിന്റെ വില നീ തിരിച്ചറിയുവാൻ പോകുന്നു. ചില പ്രാർത്ഥനയുടെ മറുപടിയുടെ വില എന്തെന്ന്, ചില റിസൾട്ടുകൾ എന്തെന്ന് നീ തിരിച്ചറിയുവാൻ പോകുന്നു. ലൈവിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഒന്ന് ഇന്ന് പകൽ വിളിച്ചു പറയാമോ, യേശുവേ നീ എന്നെ തൊടയണമേ. ദാവീദ് പുത്ര, ഇന്ന് പകൽ നീ എന്നെ ഒന്ന് തൊടയണമേ. കർത്താവേ നീ എന്നെ തൊടയണമേ. എൻ്റെ മകനെ ഒന്ന് തൊടയണമേ, എൻ്റെ മകളെ ഒന്ന് തൊടയണമേ, എൻ്റെ കടബാധ്യതയെ ഒന്ന് തൊടയണമേ, എൻ്റെ കുടുംബ ജീവിതത്തെ ഒന്ന് തൊടയണമേ, എൻ്റെ തൊഴിൽ മേഖലയെ ഒന്ന് തൊടയണമേ. ഓ റഥലക ശ്യാംതന വൈഡവന ദീപലകടക ശബ്ദനാരകൾ പ്രൗഢവന, നീ സ്ഥലം നോക്കാതെ വിളിച്ചോ, എന്നെ ഒന്ന് തൊടയണമേ, എന്നെ ഒന്ന് തൊടയണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ തൊടയണമേ എന്ന് ആമേൻ, ഹല്ലേലൂയ, ആ കുരുടൻ യേശുവിനോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, അവനെ തൊടാൻ പ്രാർത്ഥിച്ചപ്പോൾ, അവനെ തൊടയണമേ എന്ന് യേശുവിനോട് ആ കുരുടൻ അപേക്ഷിച്ചപ്പോൾ, അടുത്ത പോയിന്റ്, അടുത്ത വാക്യം നമുക്കവിടെ കാണുവാൻ കഴിയും. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് നോക്കണമേ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വിടുതൽ പ്രാപിക്കുന്നതിനുള്ള തടസ്സം അതിനകത്ത് എന്തായിരുന്നു? ഒന്ന്, എന്നെ തൊടയണമേ എന്നുള്ള പ്രാർത്ഥന. രണ്ട്, പ്രൈസ് ദി ലോർഡ്, അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. ഊരിനെന്ന് പറഞ്ഞാൽ അവൻ താമസിച്ചു കൊണ്ടിരുന്ന ഗ്രാമത്തിനകത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഒന്നുകിൽ ആ ദേശത്തിനകത്തുള്ള ഒരു അന്ധകാര ശക്തിയായിരിക്കാം ഇവനെ ആമേൻ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം ഇന്ന് വരെ അവനെ ബന്ധിച്ചത്. ഒന്നുകിൽ ആമേൻ, ഹല്ലേലൂയ, ആ ആമേൻ കുടുംബത്തിനകത്തുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം അന്ന് വരെ അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം, ആമേൻ കാഴ്ച പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അവനെ ബന്ധിച്ചത്. ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവന്റെ കൂട്ടുകെട്ടുകളായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പരിശുദ്ധാത്മാവ് ആമേൻ ഇങ്ങനെയാ പറയുവാൻ പറയുന്നേ. ആമേൻ, ചില കൂട്ടുകെട്ടുകൾക്കകത്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം നിന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ സംഭവിക്കാത്തത്. ആമേൻ, എന്നെ തൊടയണമേ എന്ന് ആമേൻ നീ ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ ആ ഗ്രാമത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ടുചെന്ന് നിനക്ക് അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സ്ഥാനങ്ങളിൽ നിന്നാൽ നിനക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, എന്നെ തൊടണമേ എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്കൊരു വിടുതൽ ആവശ്യമാണോ? ഇന്ന് പകൽ നീ വിളിച്ചു പറ, എന്നെ ഒന്ന് തൊടയണമേ, എന്നെ ഒന്ന് തൊടയണമേ എന്ന് നീ നിലവിളിച്ചാൽ നിന്നെ എവിടെ കൊണ്ടുചെന്ന് നിന്നെ ഒരു അത്ഭുതമാക്കണമെന്ന് സ്വർഗത്തിലെ അപ്പന് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ ദൂത് പിടിയട്ടെ എന്ന് എനിക്കറിയത്തില്ല. എന്നെ തൊടയണമേ എന്ന്
നീ നിലവിളിച്ചു കഴിഞ്ഞാൽ ആമേൻ നിന്നെ എവിടെ കൊണ്ടുചെന്ന് നിന്നെ ഒരു അത്ഭുതമാക്കണമെന്ന് സ്വർഗത്തിലെ അപ്പന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൊടണമേ എന്ന് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സൊലഞ്ഞു. ഹല്ലേലൂയ. ഇവന്റെ പ്രശ്നം ഈ ആമേൻ ഗ്രാമമാണ്, ഈ കൂട്ടുകെട്ടാണ്, ഈ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്തുനിന്ന് എറിയപ്പെട്ടവരാരും കരയണ്ട, നീ വിടുതൽ പ്രാപിക്കേണ്ട സമയമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിനകത്തുനിന്നും ഞങ്ങളെ വലിച്ചെറിഞ്ഞത് കൊണ്ട് ദൈവം ഞങ്ങളെ പട്ടണത്തിന് പുറത്താക്കി ഒരു അത്ഭുതമാക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുജനങ്ങളും നിന്റെ സുഹൃത്തുക്കളും നിന്റെ സഭയും നിന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബം ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, വ്യക്തിപരമായി നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട, നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. ചൂടബന അത്തനക ശിയാംധനെ വൈഡ പ്രൗഢവരകടകടക ശംധനാരകൾ കടകസിയ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. നിന്റെ പട്ടണത്തിൽ നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. നിന്റെ ദേശത്തിൽ നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. നിന്റെ സഹപ്രവർത്തകരുടെ നടുവിൽ നീ ഒരു അത്ഭുതമാകുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ഗ്രാമങ്ങൾക്കകത്തു നിന്ന് സ്വർഗം നിന്നെ പുറത്തെടുക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ചിലർ പറയും, സിസ്റ്ററേ ആമേൻ ഹല്ലേലൂയ, നിന്നെ നിന്ദിച്ച ദേശത്ത് നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞല്ലോ. ആമേൻ ഹല്ലേലൂയ. ചില ദേശമൊക്കെ ഗർഭനാശം പിടിച്ചത്, നീ അതിനകത്ത് വേണ്ട. ആമേൻ, നീ അതിനകത്ത് വേണ്ട. ആമേൻ, നീ ഇറങ്ങുമ്പോൾ ചിലടത്തൊക്കെ ദൈവ ന്യായവതിയായിരിക്കും, ചിലതൊക്കെ മാനസാന്തരപ്പെടാൻ വേണ്ടിയാ, ചിലതൊക്കെ അയ്യം വിളിക്കുന്നത് കാണുമ്പോൾ നീ തിരിച്ചു കയറി ചെല്ലും ചിലതിനെ പിടിക്കാൻ. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ചെയ്യുന്നതൊന്നും അത് തിന്മയ്ക്കല്ല, അവൻ ചെയ്യുന്നത് സകലതും നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, അത് സകലതും നന്മയ്ക്കായിട്ടത്രേ. ഹല്ലേലൂയ. രമന ശിയാംധനെ വൈഡ പ്രൗഢവന ദീപലഘടക ശംധനാരകൾ ഘടകസി അർത്ഥനാരമാനക ശിയാംധനെ അധരാധികാലഘടക ശംധരഘടകഘടകസി. ഹല്ലേലൂയ. ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർഗത്തിലെ ദൈവം ചെയ്തത് കണ്ടോ, അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവ രഹസ്യമായിട്ടാ ചെയ്യുന്നേ. ആമേൻ ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവം നിന്നെ മാറ്റിക്കൊണ്ടുപോയി, ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാ കൊണ്ടുപോകുന്നേ, ചിലതിലൊക്കെ കടത്തിവിടുന്നത്. ആമേൻ ഹല്ലേലൂയ. ചിലതൊക്കെ നീ പേഴ്സണലായി പഠിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചില കഷ്ടതകളൊക്കെ നിന്റെ ആമേൻ ജീവിതത്തിനകത്ത് അടുത്ത ചവിട്ടുപടിയാ. പ്രൈസ് ദി ലോർഡ്. ചില നിന്ദകളൊക്കെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ചില ചവിട്ടുപടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാ ദൈവം നിന്നെ അടുത്ത ചവിട്ടുപടിയിലേക്ക് കടത്താൻ വേണ്ടിയാ. ആമേൻ. ദൈവം നിന്നെ ചില പട്ടണങ്ങൾക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുപോയി മാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ തുപ്പി ആമേൻ അവന്റെ കണ്ണിനെ തൊട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. അവന്റെ ഉമിനീരെ തൊട്ട് ആമേൻ കണ്ണിനെ സൗഖ്യമാക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. എന്നിട്ടും അവന്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവ് ചോദിക്കുന്നു, നീ വല്ലതും കാണുന്നുണ്ടോ? ആമേൻ, നീ വല്ലതും കാണുന്നുണ്ടോ? മനുഷ്യൻ ആമേൻ നടക്കുന്നത് മരങ്ങളെ പോലെ, മനുഷ്യനെ കാണുന്നത്, ആ കുരുടൻ കാണുന്നത് മരങ്ങളെ പോലെയോ. അപ്പൊ കർത്താവിന് മനസ്സിലായി, ഈ പാരമ്പര്യ ശക്തി ഇപ്പോഴും അവന്റെ കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല. വീണ്ടും കർത്താവ് അവന്റെ കണ്ണിനെ സ്പർശിക്കുവാനിടയായി. അരപ്പരിവും വിടുതലുമായി ഇരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഒരു അര വിടുതൽ തന്ന് നിന്നെ ഇരുത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. മനുഷ്യൻ നടക്കുന്നത് മരങ്ങളെ പോലെ എന്ന് കാണിക്കുവാനല്ല, നീ കാഴ്ച പ്രാപിച്ചു ദേശത്തോടുവാൻ, ദേശത്തോടുവാൻ നീ വിടുതൽ പ്രാപിച്ചു പട്ടണങ്ങൾ പിടിച്ചടക്കുവാൻ, നിന്റെ തലമുറകൾ രാജ്യങ്ങൾ കടക്കുവാൻ, നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ. ചൂട
അവൻ മരം കണ്ടെന്ന് പറഞ്ഞ് കർത്താവ് നിർത്തിയില്ല. അവൻ വീണ്ടും ആ കണ്ണുകളെ തൊടുവാനിടയായി. അവന്റെ കരം സ്പർശിച്ചത് ആമേൻ ഹല്ലേലൂയ അവന് പൂർണ്ണ കാഴ്ച ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. കാഴ്ച പ്രാപിച്ചിട്ട് അവിടെ കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ ആമേൻ. കർത്താവ് അവനോട് പറഞ്ഞ വാക്കിതാണ്. ആമേൻ മസ്റ്റായിട്ടും കർത്താവ് കൊടുത്ത ആമേൻ ഒരു ആമേൻ കൽപ്പിച്ചു പറഞ്ഞൊരു വാക്കിതാണ്. നീ കാഴ്ചയൊക്കെ പ്രാപിച്ചു, നീ എന്നെ മിഴിച്ചൊക്കെ നോക്കി, നീ ഈ ലോകം മുഴുവനും കാണുന്നു, പക്ഷേ ആമേൻ നീ ഊരിൽ കടക്ക പോലും അരുത്. ഹല്ലേലൂയ. ഇട്ടെറിഞ്ഞു വന്ന പാരമ്പര്യം, ആമേൻ നിന്നെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദേശം നീ അവിടെ നോക്ക പോലും ചെയ്യരുത്. ആമേൻ അവിടെ കാല് പോലും വെക്കരുത്. കാരണം കാല് വെച്ചാൽ ആമേൻ ആമേൻ ഹല്ലേലൂയ എത്ര പേർക്ക് അത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. നീ ദൈവത്തെ അറിഞ്ഞിട്ട് പുറകിലോട്ട് തിരിയരുത്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ദൈവത്തെ അറിഞ്ഞ നീ, സത്യം അറിഞ്ഞ നീ ആമേൻ പാപത്തിലോട്ട് കാൽ വെക്കുന്നുണ്ടോ? പാപപ്രവർത്തികളിലോട്ട് നീ കാൽ വെക്കുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ. നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല, നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതാണ്, നിനക്ക് സൗഖ്യം തന്നത് ഊരിൽ നിന്ന് പുറപ്പെടുവിച്ചോ. അങ്ങനെയെങ്കിൽ പിന്നെ നീ ആ പാരമ്പര്യത്തിനകത്തോട്ട് പോകരുത്, പിന്നെ നീ ആ കൂട്ടുകെട്ടിൽ പോകരുത്, പിന്നെ ആ ലോകത്തിന്റെ വഴിയിൽ പോകരുത്. എടുത്ത തീരുമാനത്തിനനുസരിച്ച് ഇന്ന് പകൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണോ? സൗഖ്യം എന്നേക്കുമുള്ളത്, നിന്റെ പ്രശ്നത്തിനകത്തുള്ള വിടുതൽ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഒരുമിച്ച് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസികർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അടിയനങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ചില തൊഴുത്തുകൾക്കകത്തുനിന്ന് ആമേൻ ചിലതിനെ തുള്ളി ചാടി സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ രോഗം അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടതയിലും കണ്ണുനീരിലും പ്രയാസത്തിലും വേദനയിലും ദുഃഖങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്, കുടുംബ തകർച്ചയിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇരിക്കുന്നവരുണ്ട്, മക്കളെ ഓർത്ത് കരയുന്നവരുണ്ട്, ഭർത്താവിനെ ഓർത്ത് കരയുന്നവരുണ്ട്. അപ്പാ പിന്മാറി നിൽക്കുന്ന പിന്മാറ്റക്കാരുണ്ട്. മനസാന്തരങ്ങളെ കൊടുത്ത് മടക്കി സ്വർഗത്തിലെയും വരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.